أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖം തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ദീനിയായ പഠനം അതിൽ അഭിവൃദ്ധിയും ബർക്കത്തും അള്ളാഹുവിൻ്റെ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൽ നാം ഇന്ന് പഠിക്കുന്നത് സൂറത്തുൽ അസ്റാണ്. നാം പാരായണം ചെയ്ത് കേട്ടതുപോലെ ഏറെ ഫെമിലിയറായ, ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന, നമസ്കാരത്തിലും മറ്റുമൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ അസ്ർ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പാരായണത്തിൻ്റെ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ഓടിച്ചു പോയതിന് ശേഷം തഫ്സീറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ. വൽ അസ്റാണ് ഐനിൻ്റെ ഉച്ചാരണം. ലൈറ്റായിട്ട് ഐൻ എന്നത് ഉച്ചരിക്കുക. വൽ അസ്ർ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്ന ശദ്ദുള്ള നൂനാണ്, അതിനാൽ രണ്ട് ഹർക്കത്ത് നമ്മളിവിടെ മണിക്കണം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇൻസാന നൂനു സാക്കിനയ്ക്ക് ശേഷം സീൻ എന്ന അക്ഷരം വന്നതിനാൽ ആ നൂനിനെ നമ്മൾ അവ്യക്തമാക്കി മണിച്ചോതുകയാണ് ചെയ്യുക. അത് രണ്ട് ഹർക്കത്താണ് അവിടെ നമ്മൾ മണിക്കേണ്ടത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഖ ആണ്. ഖ എന്ന അക്ഷരം ഖു. ഖ ഖി ഖു. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന എന്നിടത്ത് അല്ലദീന, ദാൽ എന്ന അക്ഷരം ശരിക്കും ഉച്ചരിക്കണം. ദാൽ, ദാലിന് പുള്ളി കൊടുത്ത ദാൽ. ആമനു ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അമിലു ഐനാണ്. അമിലു വഅമിലുസ് സ്വാലിഹാത്ത്. സ്വാലിഹാത്ത് ഹ ആണ്. ഹ ൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. വതവാസൗ സ്വാദാണ് കേട്ടോ, സ്വാദ്. വതവാസൗ ബിൽ ഹഖ്. ഹഖ് ഖാഫ് ഹ. ഹഖ് ഖാഫിന് ശബ്ദുണ്ട്, കട്ടി കൊടുക്കണം. ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ബ് എന്നത് ഖുതുബ് ജിദ്ദിൽപ്പെട്ടതാണ്. റാ നമ്മൾ നിർത്തുകയാണ്, അതിനാൽ എല്ലായിടത്തും നമ്മൾ സുക്കൂൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ ഭാഗം ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തഫ്സീറിലേക്ക്, വിശദീകരണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു അൽ അസ്ർ 103-ാമത്തെ അധ്യായമാണ്. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതിനാൽ മക്കി സൂറത്തിൽപ്പെട്ടതാണ്. 3 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഖുർആനിൽ 3 സൂറത്തുകളുള്ള, എത്ര സൂറത്തുകളുണ്ട്? 3 സൂറത്തുകളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, മറ്റൊന്ന് സൂറത്തുൽ നസ്ർ. സൂറത്തുൽ നസ്ർ 3 ആയത്തുകളുള്ള സൂറത്താണ് വൽ അസ്ർ.
പക്ഷേ ഈ 3 ആയത്തുകൾ നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കാണ് അടിയിൽ എടുത്തു കൊടുത്തിരിക്കുന്നത്. ലൗമാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്ഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് വിശുദ്ധ ഖുർആനിൽ തെളിവായി കൊണ്ട് മറ്റൊരു അധ്യായവും ഇറക്കിയില്ലായിരുന്നെങ്കിൽ. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഖുർആനിൽ? 114. എത്ര ആയത്തുണ്ട്? മോർ ദാൻ 6000 അല്ലേ? ഇതൊന്നും ഇറക്കിയില്ലായിരുന്നെങ്കിലും ഈ 3 ആയത്തുകൾ മതിയാകുമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾക്ക് ജീവിതയാത്രക്കുള്ള ഹുജ്ജത്തായിക്കൊണ്ട്. സ്വർഗവും നരകവും വേർതിരിക്കപ്പെടാനും നാശവും വിജയവും വേർതിരിക്കപ്പെടാനും ജീവിത വിജയ പരാജയം തീരുമാനിക്കപ്പെടാനും ഈ ചാപ്റ്റർ തന്നെ മതിയെന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സൂറത്ത്. വിജയികൾ ആരാണ്, നഷ്ടക്കാരാരാണ്? മനുഷ്യരുടെ കൂട്ടത്തിലെ ഈ 2 വിഭാഗത്തെ വേർതിരിക്കുന്ന അധ്യായമാണിത്. ആരാണ് വിജയികൾ, ആരാണ് പരാജിതർ? അതുകൊണ്ട് തന്നെ സഹാബത്ത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈ സൂറത്ത് ഓതുമായിരുന്നു എന്ന് ചില അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും യജിബു അലാ കുല്ലി മുസ്ലിം വ മുസ്ലിമ, ഓരോ മുസ്ലിമിൻ്റെയും മുസ്ലിമത്തിൻ്റെയും മേൽ നിർബന്ധ ബാധ്യതയാണ് അർബഉ മസാഇൽ, 4 കാര്യങ്ങൾ എന്ന് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉസൂലു സലാസയിൽ പറഞ്ഞ ആദ്യത്തെ 4 ഭാഗവും ഉൾക്കൊള്ളുന്നതാണ് ഈ കാര്യം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മുസ്ലിമിൻ്റെ ആണാകട്ടെ പെണ്ണാകട്ടെ നിർബന്ധമായും പൂർത്തീകരിക്കേണ്ട 4 ബാധ്യതകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അധ്യായമാണ് സൂറത്തു അൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ എപ്പോൾ ഓതുമ്പോഴും നാം പിശാചിൽ നിന്ന് രക്ഷ തേടണം. ഖുർആനിലൂടെ നമുക്ക് ലഭിക്കാനുള്ള ഗുണങ്ങൾ ലഭിക്കാൻ, ഖുർആനിൻ്റെ ഉപദേശം നമുക്ക് ഉപകാരപ്പെടാൻ, ഖുർആനിൻ്റെ പഠനം നമുക്ക് മടുപ്പില്ലാതെ തുടർന്നു പോകാൻ, എല്ലാ നിലക്കും അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ നാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് വേണം ഖുർആൻ ഓതാനും പഠനങ്ങൾ ആരംഭിക്കാനും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയർ ഇൻ അവർ ലൈഫ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ബിസ്മില്ല. ഏത് നല്ല കാര്യവും നമ്മൾ തുടങ്ങേണ്ടത് ബിസ്മില്ല കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിനാലും ബറക്കത്തിനാലും ഞാൻ ആരംഭിക്കുന്നു എന്ന ഏറ്റവും നല്ല ദുആയാണ് ബിസ്മില്ല. നാം ഇവിടെ ആരംഭിക്കുന്നത് ഖുർആനിൻ്റെ പഠനമാണ്, ഖുർആനിൻ്റെ പാരായണമാണ്. സോ വി ക്യാൻ റിസൈറ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഓതിയിട്ട് വേണം നമ്മൾ സൂറത്ത് ആരംഭിക്കാൻ. ഒന്നാമത്തെ ആയത്ത് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇവിടെ അസുർ എന്ന് പറഞ്ഞാൽ കാലം. ഈ വാവ് എന്ന അക്ഷരമാണ് സത്യം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. വാവ് ലിൽ ഖസം, സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ്. വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം. ലൈക്ക് വൽ അസുർ, കാലം തന്നെയാണ് സത്യം. കാലം എന്നതിൽ എല്ലാം പെടുത്താം. മുഫസ്സിറുകൾ ഒരുപാട് കാര്യങ്ങൾ കാലം എന്നതിൽ പെടുത്തിയിട്ടുണ്ട്. രാവിനെയും പകലിനെയും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സമയത്തെ അവസ്ഥയെ കാലം എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. വൽ അസുർ എന്നത് അസുറിൻ്റെ സമയത്തെ, അസുർ നമസ്കാരത്തിൻ്റെ സമയം പ്രത്യേകമാണെന്ന് വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. ഏതായിരുന്നാലും കാലം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ നിർണ്ണയിക്കുന്ന, ദുഃഖവും സന്തോഷവും സമാധാനവും നന്മയും തിന്മയും അങ്ങനെ പല ഘട്ടങ്ങൾ താണ്ടിക്കിടക്കുന്ന കാലം, രാവും പകലും ഉൾക്കൊള്ളുന്ന കാലത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ജീവിക്കുന്നതായിട്ടുള്ള കാലത്തെ, അതിലുള്ള മാറ്റങ്ങൾ, അത് ചിലപ്പോൾ സന്തോഷത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും, ദുഃഖത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും, അങ്ങനെ പല പല അവസ്ഥകൾ നമുക്ക് വരാനുണ്ട്. ആ അവസ്ഥകളെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു പദമാണ് വൽ അസ്ർ. കാലം തന്നെയാണ് സത്യം. സത്യം ചെയ്ത് പറയുന്നത് പിന്നീട് പറയുന്ന കാര്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയും അവിടെ സത്യം ചെയ്യാൻ ഉപയോഗിച്ച കാര്യത്തിൻ്റെ പ്രത്യേകത ഉയർത്താൻ വേണ്ടിയുമാണ്. എന്തിനാണ് സത്യം ചെയ്യുന്ന പ്രയോഗം? ഖുർആൻ ഒരുപാട് സത്യം ചെയ്യുന്നുണ്ട് അല്ലേ? വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖദ് ദകറ വൽ ഉൻസാ വൽ ഫജ്ർ വലയാലിൻ അശ്ർ
വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. അങ്ങനെ ഒരുപാട് സത്യങ്ങളുണ്ട്. എന്തിനാ സത്യം ചെയ്ത് പറയണത്? സത്യം ചെയ്യാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിച്ച കാര്യങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. സത്യം ചെയ്ത് പറയാനുള്ള റീസൺ എന്താണ്? അതിനുശേഷം ഗൗരവപ്പെട്ട കാര്യം പറയാനുണ്ടാകും എന്നതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് അവരുടെ സൃഷ്ടികളെയാണ്. അല്ലേ? രാവിനെയാണ്, പകലിനെയാണ്, അല്ലേ? ളുഹയാണ്, ഫജ്റിനെയാണ്, പല സമയത്തെയാണ്, സന്ദർഭത്തെയാണ്, പ്രദേശത്തെയാണ്, ഭക്ഷണത്തെയാണ്, പല കാര്യങ്ങളെയാണ്. ഇവിടെ കാലത്തെയാണ്. നമുക്ക് കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞൊരു കാര്യം പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അള്ളാഹുവാണ് സത്യം എന്ന് പറയാനേ പറ്റൂ. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക്. അള്ളാഹുവിന് പുറമെ മറ്റേതിനെങ്കിലും വിളിച്ച് സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ ശിർക്ക് വെച്ചിരിക്കുന്നു. സത്യം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമേ നമുക്ക് വിടാൻ പറ്റൂ. എന്നാൽ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ശറഇന്റെ ഉപജ്ഞാതാവാണ്, സൃഷ്ടാവാണ്, അതിൻ്റെ ഉടമസ്ഥനാണ്, നിയമങ്ങൾക്ക് അതീതനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമുക്കുള്ള നിയമമല്ല റബ്ബിനുള്ളത്, നമ്മുടെ ജീവിതക്രമമല്ല റബ്ബിൻ്റേത്, നമ്മുടെ കഴിവല്ല റബ്ബിൻ്റേത്. അതുകൊണ്ട് നമ്മുടേതുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റില്ല തന്നെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചില സൃഷ്ടികളെടുത്ത് സത്യം ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? അത് പിന്നീട് പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവമുണർത്താൻ സത്യം ചെയ്യാൻ ഉപയോഗിച്ച, ഫോർ എക്സാമ്പിൾ, വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. തൂരിനെ, തൂർ പർവ്വതത്തെയും തൂരി സീനയെയും അതുപോലെ തന്നെ അത്തിപ്പഴത്തെയും സെയ്ത്തിനെയും മക്ക എന്ന ഭൂമികയെയും ഒക്കെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. അവക്കെല്ലാം പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം പറയുന്ന പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് ഈ ഒരു ഘടന. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്ന, തീർച്ചയായും, അൽ ഇൻസാന, മനുഷ്യർ, അല്ലെങ്കിൽ മനുഷ്യൻ, വർഗനാമമാണ് ഇൻസാൻ. സ്പെസിഫിക് ഒരു പേഴ്സണെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മനുഷ്യരാഖിലവും. ലഫീ ഖുസ്ർ, നാശത്തിൽ, നഷ്ടത്തിൽ, തകർച്ചയിൽ തന്നെയാണ്. ഖുസ്ർ എന്നുള്ളത് വിജയത്തിൻ്റെ ഓപ്പോസിറ്റാണ്. റാബിഹ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഖുസ്ർ, ഖാസിർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കുക. അൽ ഇൻസാൻ എന്ന് പ്രയോഗിക്കുക വഴി എല്ലാ മനുഷ്യരും, കുല്ലൽ ഇൻസാൻ എന്നർത്ഥം വന്നു. അറബ് ഭാഷയുടെ ഒരു പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കണം. വൽ അസുർ എന്നത് കാലത്തിന് മുന്നിൽ ഒരു വാവ് വെച്ചപ്പോഴേക്ക് കാലം തന്നെയാണ് സത്യം എന്നർത്ഥം വന്നു, ഒറ്റ അക്ഷരം കൊണ്ട്. ഇവിടെ അലിഫ് ലാം എന്നതുകൊണ്ട് കുല്ലൽ ഇൻസാൻ, എല്ലാ മനുഷ്യരും എന്നർത്ഥം വന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എല്ലാ മനുഷ്യരും നാശത്തിലാണ് എന്നല്ല, നാശത്തിൽ തന്നെയാണ്. എങ്ങനെ കിട്ടി? ഇന്ന, തീർച്ചയായും, ലഫീ ഖുസ്ർ, അവർ നാശത്തിലായിക്കൊണ്ടേയിരിക്കുകയാണ്, നാശത്തിൽ തന്നെയാകുന്നു. മനസ്സിലായില്ലേ? ലഫീ എന്നതും അത് കട്ടിപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ലാം വന്നിരിക്കുന്നത് ലിത്തൗക്കീദ്, ശക്തിപ്പെടുത്താൻ. ഇന്ന വന്നിരിക്കുന്നത് ലിത്തൗക്കീദ്, ശക്തിപ്പെടുത്താൻ. മുമ്പ് പറഞ്ഞ വൽ അസുർ എന്നത് വന്നിരിക്കുന്നതും ശക്തിപ്പെടുത്താൻ. അതാണ് നമ്മൾ പറയുന്നത്, ശക്തിപ്പെടുത്താൻ. 3 ശൈലി അല്ല ഉപയോഗിച്ചിരിക്കുന്നു. 1 വൽ അസുർ എന്ന സത്യപ്പെടുത്തുന്ന ശൈലി, 2 ഇന്ന എന്നത് ചേർത്തുകൊണ്ടുള്ള ശക്തിപ്പെടുത്തുന്ന ശൈലി, 3 ലഫി എന്നത് ശക്തിപ്പെടുത്തുന്ന ശൈലി. എന്താണ് ശക്തിപ്പെടുത്തി അള്ളാഹു പറയുന്നത്? കാലം തന്നെയാണ് സത്യം, മനുഷ്യർ അഖിലവും നാശത്തിലാണ്, പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. പക്ഷേ ചില ആളുകൾ അള്ളാഹുവിൽ നിന്ന് മാറ്റി എടുക്കുകയാണ്. മനുഷ്യന്മാർ മൊത്തം നാശത്തിലാണെന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ചില ആളുകളെ വേർതിരിക്കുന്നു. ആരാണവർ? അവരാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവരാണ് വിജയം വരിക്കുന്നവർ. സോ ഖുർആൻ നമ്മളെ ശരിയിലേക്ക് ഗൈഡ് ചെയ്യുകയാണ്. ഈ സൂറത്തിലൂടെ നാം എങ്ങനെ ജീവിക്കണമെന്ന് വളരെ കൃത്യമായി വ്യവച്ഛേദിച്ച് തരികയാണ് നമ്മുടെ മുന്നിൽ. വിജയിച്ചവരാരാണ്, പരാജയപ്പെട്ടവരാരാണ്, നഷ്ടക്കാരാരാണ്, നേട്ടം കൈവരിച്ചവരാരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ നന്നായി ശ്രദ്ധിച്ചു വേണം നമ്മൾ കേൾക്കാനും മനസ്സിലാക്കാനും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാരാ? തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയാണ്, ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ, ഇല്ലല്ലദീന, ഒരു കൂട്ടർ ഒഴികെ. എല്ലാവരും നാശത്തിലാണെന്ന് പറഞ്ഞതിന് ശേഷം
അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. ഇല്ലല്ലദീന, ഒരു കൂട്ടർ ഒഴികെ. ആരാണവർ? ആമനു, അവർ വിശ്വസിച്ചവരാണ്. വഅമിലുസ്സാലിഹാത്ത്, അവർ സുകൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുക. വതവാസൗ എന്ന് പറഞ്ഞാൽ വസിയത്ത് എന്നതിൽ നിന്നാണ്. തവാസൗ യതവാസൗ എന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം നന്മ കൈക്കൊള്ളാൻ വേണ്ടി ഉപദേശിക്കുന്നവർ. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്യുന്നവരൊഴികെ. 4 ക്വാളിറ്റീസ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. ആരാണവർ? ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ. ഈ ക്വാളിറ്റി നമുക്കുണ്ടായിരിക്കണം. അതിനാണ് ഈ സൂറത്ത് നമ്മൾ പഠിക്കുന്നത്. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഓരോ നമസ്കാരത്തിനും ആ ബോധം നമുക്കുണ്ടായിരിക്കണം. ഇല്ലല്ലദീന ആമനു, ഒന്നാമത്തെ വിഭാഗം അതാണ്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? താഴോട്ട് വരുന്നു. വിശ്വസിക്കാൻ കൽപ്പിക്കപ്പെട്ട എല്ലാറ്റിലും നാം വിശ്വസിക്കുന്നു. എന്തിലൊക്കെ വിശ്വസിക്കണമെന്ന് അള്ളാഹുവും റസൂലും കൽപ്പിച്ചുവോ അതിലെല്ലാം വിശ്വസിക്കുന്നു. അല്ലേ? വിശ്വാസം എന്താണ്? വിശ്വാസം മനസ്സിൽ രൂഢമൂലമാകുന്ന അറിവും ധാരണയുമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് സത്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ നിദർശനമായി വാക്കുകൾ പുറത്തേക്ക് നിർഗളിക്കണം, പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി പുറത്ത് കാണണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. നന്മ ചെയ്യുമ്പോൾ വർദ്ധിക്കും, തിന്മ ചെയ്യുമ്പോൾ അത് കുറഞ്ഞു പോകും. അല്ലദീന ആമനു, വിശ്വാസികൾ. വിശ്വാസ കാര്യങ്ങൾ ഏതൊക്കെയാണ്? 6 ഈമാൻ കാര്യങ്ങളുണ്ട്. അല്ലേ? അർക്കാനുൽ ഈമാൻ, അള്ളാഹിലുള്ള വിശ്വാസം. ഹൗ ടു ബിലീവ് ഇൻ അള്ളാഹ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനും എന്നത് വിശ്വസിക്കണം. അതുപോലെ തന്നെ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനായവൻ എന്ന് വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും അള്ളാഹ്ക്ക് മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കണം. അത്തൗഹീദു ഫി റുബൂബിയ്യ, അത്തൗഹീദു ഫിൽ ഉലൂഹിയ്യ, അത്തൗഹീദു ഫി അസ്മാഇ വസിഫാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷാകർതൃത്വത്തിലെ ഏകത്വം, ആരാധ്യതയിലെ ഏകത്വം, അതുപോലെ തന്നെ നാമഗുണവിശേഷണങ്ങളിലെ ഏകത്വം. ഇതിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് വിശ്വസിക്കുക വഴിയാണ് അള്ളാഹിലുള്ള വിശ്വാസം പൂർത്തിയാകുന്നത്. അപ്പോൾ കൃത്യമാണ്. ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് നിന്റെ ദൈവവിശ്വാസം എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനാണ് ഇതിൻ്റെ സൃഷ്ടാവും ഉടമസ്ഥനും നിയന്താവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ മാത്രമാണ് ആരാധനക്കർഹനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും പ്രവർത്തനങ്ങളും അവന് മാത്രമുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഒരു ചോദ്യത്തിന് ഉത്തരമായി. ഹൗ ടു ബിലീവ് ഇൻ ഏഞ്ചൽസ്, മലക്കുകളിൽ എങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സൃഷ്ടികളാണ് മലക്കുകൾ. അവർ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർ അള്ളാഹുക്ക് കീഴൊതുങ്ങിയവരാണ്. തസ്ബീഹും തഹ്ലീലുമായി കഴിച്ചു കൂട്ടുന്നവരാണ്. മടുപ്പില്ലാതെ ആരാധന നിർവഹിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതെന്തും പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹു വിലക്കിയതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവരാണ്. അവരുടെ എണ്ണം അള്ളാഹ്ക്ക് മാത്രമാണ് അറിയുന്നത്. അവരുടെ നാമങ്ങൾ, പ്രമാണങ്ങളിൽ വന്ന നാമങ്ങൾ നാം അംഗീകരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചില ഡ്യൂട്ടീസും കാര്യങ്ങളും എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്, നിർണയിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിധിപ്രകാരമായി അള്ളാഹു അവരിലൂടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ സൃഷ്ടികളാണ് ആ മലക്കുകൾ. ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മലക്കുകൾ നമ്മെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. ആ മലക്കുകളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുന്നത്. ആ മലക്കുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചുമതലകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നാം വിശ്വസിക്കണം. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത സൃഷ്ടികളാണ് എന്നതിനാൽ തന്നെ അതിൽ നാം വിശ്വസിക്കണം. മൂന്നാമത്തത് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ് നാം പറയപ്പെടുന്ന, നാം അറിയുന്ന വേദഗ്രന്ഥങ്ങളെല്ലാം. അവ നമ്മുടെ സആദത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്ക്, വിജയത്തിലേക്ക്, നന്മയിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്നതാണ്. അതിൻ്റെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആന് ശേഷം മറ്റൊരു കിതാബ് വരാനില്ല. ആ വിശുദ്ധ ഖുർആനാണ് ജീവിതത്തിലെ എല്ലായിടത്തും നമുക്ക് നന്മയും സൗഭാഗ്യവും വിജയവും കൈവരിക്കുന്നത് എന്ന് വിശ്വസിക്കണം. 4 പ്രവാചകന്മാരുടെ വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ എത്തിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരെ പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ ഹദീസുകളിൽ മറ്റു പ്രവാചകന്മാരെ കുറിച്ചുമുള്ള പ്രതിപാദ്യങ്ങളുണ്ട്. ആ പ്രവാചകന്മാർ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ദീന് സംസാരിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും സ്ഥാനമർഹിക്കുന്നവരാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയരാണ് 5 ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ. അതിൽ ഏറ്റവും ശ്രദ്ധേയനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുമാത്രം പോരാ, അവസാനത്തെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന് ശേഷം ഇനിയൊരു പ്രവാചകനില്ല.
എന്നത് നാം വിശ്വസിക്കണം. പ്രവാചകന്മാരുടെയും എൻ്റെയും ഉപമ ഒരു ബിൽഡിംഗ് പോലെയാണ്. ആ ബിൽഡിങ്ങിൽ എല്ലാ പണിയും പൂർത്തിയായിട്ടുണ്ട്. ആളുകളെല്ലാം അത് കണ്ട് ആശ്ചര്യം പ്രകടിപ്പിക്കുന്നു. പക്ഷേ എല്ലാവരും അവസാനം നൽകുന്ന ഒരു ഫീഡ്ബാക്ക്, ആ ഒരു പൊസിഷനിൽ ഒരു ഇഷ്ടിക കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. വ അനഹാദിഹിൽ ലബിന, ഞാനാകുന്നു ആ ഇഷ്ടിക, എനിക്ക് ശേഷം നബിയില്ല. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. വന ഖത്തമുൽ അംബിയ, ഞാനാകുന്നു പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി. കഴിഞ്ഞല്ലോ പ്രവാചകന്മാരുടെ വിശ്വാസത്തിന്റെ ഷോർട്ട് ബ്രീഫ് ഇതാണ്. അഞ്ചാമത്തത് അന്ത്യദിനത്തിലുള്ള വിശ്വാസം. മരണത്തിനപ്പുറത്തൊരു ലോകമുണ്ട് എന്നതല്ല അന്ത്യദിനത്തിലുള്ള വിശ്വാസം. നേരെ മറിച്ച് മരണത്തിന് ശേഷം എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതിലെല്ലാമുള്ള വിശ്വാസമാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം. മരണത്തിന്റെ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരുന്നതും പിന്നീട് റൂഹുമായി കടന്നു പോകുന്നതും പിന്നീട് അതുമായി നടക്കുന്ന സംഭാഷണങ്ങളും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഖബറിലെ അനുഭവങ്ങളും പരലോകത്തുള്ള ഉയർത്തെഴുന്നേൽപ്പും അവിടെയുള്ള നൃത്തവും അവിടെയുള്ള ഹൗദും അവിടെയുള്ള മീസാനും അവിടെയുള്ള സിറാത്തും അവിടെയുള്ള ഹിസാബും അവിടെയുള്ള ജസാവും അവിടെയുള്ള എല്ലാം, അവിടെയുള്ള സാക്ഷി വിസ്താരവും അവിടെയുള്ള നമ്മുടെ വിചാരണയും അവിടെയുള്ള സ്വർഗവും നരകവും എവ്രിതിങ് നമ്മൾ വിശ്വസിക്കലാണ് അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അപ്പോൾ മരണത്തിനപ്പുറത്ത് നടക്കാനിരിക്കുന്ന എല്ലാം പണ്ഡിതന്മാർ അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ കൂടെ ഈ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആറാമത്തേത് വിധിയിലുള്ള വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിക സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ട്. ആദ്യം സൃഷ്ടിച്ചത് പേന. ആ പേനയോട് പറഞ്ഞു ഉക്തുബ്, എഴുത്. എന്താണ് റബ്ബ് എഴുതേണ്ടത്? എല്ലാം, ഈ പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന എല്ലാം നീ എഴുതണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേനയോട് കൽപ്പിച്ചു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതിയത് കൊണ്ടാണോ നടക്കുന്നത്? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം അറിയുന്നത് കൊണ്ടാണ് എല്ലാം എഴുതിയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന എല്ലാം അല്ലാഹുക്ക് അറിയാം. അതാണ് വിധിയിലെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പോയിന്റ്, അൽ ഇൽം. രണ്ടാമത്തത് അൽ കിതാബത്ത്, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് അൽ മശീഅ, ആ എഴുതി വെച്ച കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവന്റെ ഉദ്ദേശം വരണം. അവൻ ഉദ്ദേശിക്കുമ്പോഴാണ് ആ എഴുതി വെച്ച സംഗതികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ് അവൻ ഉദ്ദേശിക്കുന്നു. നാലാമത്തത് അത് സംഭവിക്കുന്നു, സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. എന്താണോ സംഭവിക്കേണ്ടത് അത് സൃഷ്ടിക്കുന്നു എന്ന 4 പോയിന്റുകളാണ്. അല്ലാഹു നോസ് എവരിതിങ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കും, ആ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം സംഭവിക്കും. ഇതാണ് വിധിയിലുള്ള വിശ്വാസം. അപ്പോൾ 6 കാര്യങ്ങളിലും വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസി. അല്ലദീന ആമനു, വെറുതെ ഒരു മിത്ത് അല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്ന ഒരു മൂഢധാരണയല്ല. എങ്ങനെ വിശ്വസിക്കണം എന്ന് ചോദിച്ചാൽ, വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണം, നോമ്പ് എടുക്കണം, ഖുർആൻ ഓതണം, പ്രാർത്ഥിക്കണം. നോ, വിശ്വസിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റണം. അതാണ് വിശ്വാസം. ദീനിയായിട്ടുള്ള നമ്മുടെ പഠനത്തിൽ നമ്മളത് പഠിച്ചേ പറ്റൂ. നമുക്ക് ഒരുപാട് ബൃഹത് ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് നമ്മളൊക്കെ ഒരുപാട് റാങ്ക് എല്ലാം വാങ്ങി, പക്ഷേ എങ്ങനെയാണ് എൻ്റെ ക്രിയേറ്ററിൽ ഞാൻ വിശ്വസിക്കേണ്ടതെന്ന ചോദ്യത്തിന് ഒരു ഇതര മതസ്ഥന് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ വളരെ മോശമാണ്. അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മനസ്സിൽ ഉറപ്പിക്കലാണ് വിശ്വാസം. അപ്പോൾ അല്ലദീന ആമനു, വിശ്വസിക്കേണ്ടതെല്ലാം കൃത്യമായി വിശ്വസിക്കേണ്ട കോലത്തിൽ വിശ്വസിക്കുന്നവർ, എക്സ്ക്ലൂഡിങ് അവരാണ് അതിൽ നിന്ന് വേർതിരിപ്പിക്കപ്പെട്ട ആളുകളുടെ ഫസ്റ്റ് ക്വാളിറ്റി, അവർ വിശ്വാസികളാണ്. സെക്കൻഡ് ക്വാളിറ്റി എന്താണ്? വഅമിലു സ്വാലിഹാത്ത്, അവർ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഖുർആനിൽ 10 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ആ ഘടന പല ശൈലിയിൽ പല തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരുമിച്ച് വന്നത്? ഈമാൻ എന്നത് വെറും ഒരു ജൽപ്പനമല്ല, നേരെ മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഉറപ്പിച്ച് കർമ്മങ്ങളായി നിയലിക്കേണ്ടതാണ് ഈമാൻ. അതാണ് ഈമാൻ. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഉച്ചരിച്ച് കർമ്മങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് ഈമാൻ. അതുകൊണ്ട് തന്നെയാണ് അമലു സ്വാലിഹാത്തിനെ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചത്. ഞാൻ വിശ്വാസിയാണെന്ന് ജൽപ്പിച്ച് നടന്നാൽ പോരാ, നേരെ മറിച്ച് അതിനുതകുന്ന സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം, നല്ല ഗുണങ്ങൾ നമ്മിലുണ്ടാകണം, ഇസ്ലാം പറയുന്ന ചിട്ടകളും മര്യാദകളും നമ്മൾ പാലിക്കണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർത്തിയാകുന്നത്. സോ രണ്ടാമത്തെ ഗുണം, വിശ്വാസം പൂർത്തീകരിച്ച് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പ്രബോധനത്തിന്റെ മുൻഗണനാ ക്രമം പഠിപ്പിച്ചു. എങ്ങനെയാണ് നാം ഒരു പ്രദേശത്ത് ദഅവത്ത് നടത്തേണ്ടത്? മുആദ്, താങ്കൾ പോകുന്നത് അഹ്ലി കിതാബിലേക്കാണ്. അവിടെ ചെന്നാൽ ആദ്യം താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത്
ഇലാ കലിമത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് താങ്കൾ ക്ഷണിക്കണം. അവർ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയണം, ഇന്നല്ലാഹു ഇഫ്തറദ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാം കാര്യത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് കൽപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം വിശ്വാസം, ദെൻ കർമ്മങ്ങൾ. അപ്പോൾ വിശ്വാസവും കർമ്മവും അമിലു സ്വാലിഹാത്ത്, അമല് ചെയ്യാന്നല്ലല്ലോ പറഞ്ഞത്, ആണോ? സ്വാലിഹത്തായ കർമ്മം ചെയ്യാന്നുള്ളതാണ്. എപ്പോഴാണ് ഒരു കർമ്മം സ്വാലിഹാവുക? ഈ 3 നിബന്ധനകൾ ഒക്കുമ്പോഴാണ് കർമ്മം അമലുൻ സ്വാലിഹ് എന്ന ദറജയിലേക്ക് ഉയരുക. ഒന്നാമത്തത് ഈമാൻ വേണം, നമ്മൾ പറഞ്ഞു. ഈമാൻ ഇല്ലാത്ത കർമ്മങ്ങൾ ഹബാഅൻ മൻസൂറ, ചിതറിയ ധൂളികളെ പോലെ നശിപ്പിക്കപ്പെടും. സെക്കൻഡ് പോയിന്റ്, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇഖ്ലാസ് ഉണ്ടാകുമ്പോഴാണ് കർമ്മം അമലുൻ സ്വാലിഹ് എന്ന പദവിയിലേക്ക് ഉയരുക. എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മാത്രമാക്കുക എന്നുള്ള, നന്മകൾ ചെയ്യുന്ന, ആരാധനകൾ ചെയ്യുന്ന, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാക്കുക. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, അമലുകൾ ചെയ്യുമ്പോൾ അള്ളാന്റെ കൂലി മാത്രം, നമുക്ക് ലൈക്ക് വേണ്ട, കമന്റ് വേണ്ട, ഷെയർ വേണ്ട, പ്രശംസ വേണ്ട, ആളുകൾ കാണണമെന്ന മനസ്സുണ്ടാകേണ്ട, ഒന്നും വേണ്ട, അള്ളാഹുവിന്റെ പ്രീതി മാത്രം. അതാണ് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഞങ്ങൾ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് നിങ്ങളിൽ നിന്നൊരു റെസ്പെക്ട് വേണ്ട, നിങ്ങൾ ഒരു പ്രതിഫലം വേണ്ട, വാക്കായി പ്രവർത്തനമായി ഒരു ആദരവും ബഹുമാനവും ഗിഫ്റ്റും ഭാവിയിലൊരു സപ്പോർട്ടും വേണ്ട. പടച്ചവനാണ് നിങ്ങൾ കൊടുക്കണം, നിങ്ങൾക്കല്ല. ഓക്കെ, അപ്പോൾ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ എത്ര വലിയ ത്യാഗമാണെങ്കിലും ശരി, ഓൻ നരകാണ്. അതാണ് ആദ്യം നരകത്ത് പോണ ആൾക്കാരാരാ? അറിവുള്ള ഒരു പണ്ഡിതൻ, യുദ്ധത്തിൽ മരിച്ച ഒരു ഷഹീദ്, നന്നായി ദാനം ചെയ്ത ധർമ്മിഷ്ഠൻ. എന്താണ് അവർക്ക് പറ്റിയത്? അവരുടെ നീയത്ത് മാറി. അതാ പ്രശ്നം. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് അൽ മുതാബഅ, നാം ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യമല്ലെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ വാരി വലിച്ച് തിന്നാനൊന്നും പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദീനിൽ നമ്മുടെ മുന്നിൽ നടന്നത്. നബിയൊക്കെ പറഞ്ഞാൽ നബിയല്ല, നമ്മൾ സാധാരണക്കാരാണ്, അപ്പം നമ്മൾ കുറേ ചെയ്യണം. നോ, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ദീന് നമുക്ക് പഠിപ്പിച്ചു തരാനാണ്. അതുകൊണ്ട് നബിയായതുകൊണ്ട് അത്രയേ ചെയ്തുള്ളൂ, നമ്മൾ കുറേ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ ജാഹിൽ, അവൻ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. അള്ളാഹിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞ എന്താ? നിങ്ങൾ എന്നെ പിൻപറ്റിക്കോളൂ, എന്നെ പിൻപറ്റിയാലേ സ്വർഗത്ത് പോവുള്ളൂ, എന്നെ അനുസരിച്ചോളൂ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കൂ. സോ വി ഷുഡ് ഫോളോ അവർ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുതാബഅ. എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിലാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 നിബന്ധനകൾ ഒക്കുമ്പോഴാണ് അമലു സ്വാലിഹാവുക. ഓക്കെ, അപ്പോൾ വിശ്വാസം, അമലു സ്വാലിഹാത്ത്. മൂന്നാമത്തെ എന്താ? നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മൂന്നാമത്തെ ആൾക്കാർ വതവാസൗ ബിൽ ഹഖ്, പരസ്പരം സത്യം കൈക്കൊള്ളാൻ ഉപദേശിക്കുക. അൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഫിഅലുൽ ഖൈറാത്ത് വതർക്കുൽ മുൻകറാത്ത്, അതാണ് നന്മ പ്രവർത്തിച്ചോ തിന്മയിൽ നിന്ന് മാറി നിന്നോ എന്ന് കൽപ്പിക്കലാണ് അൽ ഹഖ് എന്നതുകൊണ്ട് ഉദ്ദേശം. നന്മ പ്രവർത്തിക്കാനും തിന്മ വെടിയാനും പരസ്പരം ഉപദേശിക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ടും സ്വന്തം കാര്യമാണ്. എന്നാൽ സ്വന്തം കാര്യം മാത്രം മതിയോ? പോരാ. സ്വന്തം വിശ്വാസം ശരിയായി, സ്വന്തം അമല് ശരിയായി, പിന്നെ നമ്മൾ അങ്ങനെ നന്നായി നടന്നാൽ മതിയോ? പോരാ. നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പരിസരത്തേക്ക്, നമ്മുടെ നെയ്ബേഴ്സിലേക്ക്, നമ്മുടെ ക്ലാസ്മേറ്റ്സിലേക്ക്, നമ്മുടെ റിലേറ്റീവ്സിലേക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ ദൗത്യം നിർവഹിക്കണം. ഹക്ക് പരസ്പരം ഉപദേശിക്കുക. തവാസൗ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. നാലാമത്തേതാരാ? വതവാസൗ ബിസ്സബ്ർ, ക്ഷമയും പരസ്പരം എന്ത് ചെയ്യണം? ഉപദേശിക്കണം. എന്താ ക്ഷമ? ക്ഷമ എന്ന് പറഞ്ഞാൽ മനസ്സിനെ താളം തെറ്റുന്നതിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന്, പകയിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന് പിടിച്ചു നിർത്തലാണ് ക്ഷമ. ക്ഷമ എവിടൊക്കെ വേണം? 3 സന്ദർഭങ്ങളിൽ ക്ഷമ വേണം. നന്മ ചെയ്യാൻ ക്ഷമ വേണം. സുബൈക്ക് എണീറ്റ് നിസ്കരിക്കണ ക്ഷമ വേണ്ടേ? വേണം. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷമ വേണ്ടേ? വേണം. തിന്മ വെടിയാൻ ക്ഷമ വേണം. ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും ആസ്വദിച്ചും അനുഭവിച്ചു ശീലിച്ചു. മറ്റുള്ളവരുമായിട്ട് അവിഹിത ബന്ധം, മോശപ്പെട്ട കാഴ്ചകൾ, അല്ലെ മോശപ്പെട്ട പിന്നെ ഡ്രഗ്സ് ഉപയോഗങ്ങൾ, ഇതൊക്കെ ശീലിച്ചു. പക്ഷെ തെറ്റാണെന്നറിഞ്ഞോ അന്നതിനെ ഒഴിവാക്കുക, വലിച്ചു മാറ്റി പറിച്ച് വലിച്ചെറിയാം. അവിടെ നാം ആർജവത്വം കാണിക്കണം. മനസ്സിനെ അടിച്ചമർത്തി, മനസ്സിനെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അതിനെന്ത് വേണം? ക്ഷമ വേണം. മൂന്നാമത്തെ എന്താ? ജീവിതത്തിൽ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഇത് മാത്രമേ പറയില്ലേ, അല്ലേ? ക്ഷമ എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് എന്താ അറിയാം? രോഗം വരുമ്പോഴും, പട്ടിണി വരുമ്പോഴും, നിപ്പ വരുമ്പോഴും, പ്രളയം വരുമ്പോഴും, കൊറോണ വരുമ്പോഴൊക്കെ നമ്മൾ ക്ഷമിക്കണം. അത് മാത്രമല്ല ക്ഷമിക്കേണ്ട സമയം, ഈ 3 സമയം ക്ഷമിക്കേണ്ട സമയമാണ്. അങ്ങനെ ഈ സമയത്തെല്ലാം ക്ഷമിക്കണമെന്ന് പരസ്പരം ഉപദേശിക്കണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണമെന്ന് പരസ്പരം ഉപദേശിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? അമലു സ്വാലിഹാത്തിൽ പെട്ടത് തന്നെയല്ലേ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ക്ഷമ ഉപദേശിക്കലൊക്കെ? എന്തുകൊണ്ടാണ് വേറെയായി പറഞ്ഞത്?
നന്മയിൽ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നന്മയിൽ പരസ്പരം നന്മ ഉപദേശിക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവയെ രണ്ടിനെയും വേർപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ക്ഷമ, ഇന്നമാ യുവഫ്ഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത കൂലി തരുമെന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണ് ക്ഷമ. നീ ക്ഷമിക്ക് പെണ്ണേ, സ്വർഗം നിനക്ക് കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇന്നമ സബ്റു ഇൻദ സദമത്തിലൂല, ആദ്യഘട്ടത്തിൽ നീ ക്ഷമിച്ചോ, പിന്നീട് നിനക്ക് വിജയം വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഏത് ഘട്ടത്തിൽ നമുക്ക് ക്ഷമയാണ് ഉണ്ടായിരിക്കേണ്ടത്? നമ്മുടെ നന്മകൾ ചെയ്യാനുള്ള ക്ഷമ, തിന്മ മാറ്റിവെക്കാനുള്ള ക്ഷമ, അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോൾ ആത്മഹത്യ ചെയ്യല്ല. ഒരു മൊബൈൽ വാങ്ങി വെച്ചിനാണ് ആത്മഹത്യ ചെയ്തൊരു വിദ്യാർത്ഥി, വിഡ്ഢി അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബുദ്ധിയുള്ളവരാണ്. ജീവിതത്തിൽ താഴ്ചയും ഉയർച്ചയും കയറ്റവും ഇറക്കവും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. സോ എന്ത് പരീക്ഷണം, രോഗമാകാം, ബുദ്ധിമുട്ടാകാം, കഷ്ടപ്പാടാകാം, പരാജയപ്പെടലാകാം, അല്ലെ മാർക്ക് കുറയലാകാം, വിചാരിച്ച പോലത്തെ പ്രതികരണം മറ്റുള്ളവരിൽ നിന്ന് കിട്ടാത്തതാകാം, ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. ഈ ലോകത്ത് താഴ്ചയും ഉയർച്ചയും സ്വാഭാവികമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. ക്ഷമ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഫൈന സ്വാബിറൂൻ, എവിടെ ക്ഷമാലുക്കൾ എന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കും മലക്കുകൾ. അപ്പോൾ ക്ഷമാലുക്കൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് സ്വർഗത്ത് കയറിപ്പോവും. ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ തന്നെ അവർ ക്ഷമയുടെ കവാടത്തിലൂടെ പോകും. നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യകർമ്മമാണ്. നമ്മൾ നിസ്കരിക്കണമെന്ന്, നമ്മൾ നോമ്പെടുക്കണമെന്ന് ഒക്കെ നമുക്ക് കൂലി കിട്ടും. എന്നാൽ നമുക്ക് ഇരട്ട ആയുസ് കിട്ടുന്ന പോലെയാണ് നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഈ CR തന്നെ ഇതിൽ ചേരാത്ത നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ, നമ്മുടെ റിലേറ്റീവ്സിനെ, നമ്മുടെ പരിചയക്കാരെ, നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് വലയത്തെ ഇതിലേക്ക് അടുപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു CR കേൾക്കുന്ന കൂലിയല്ല, ഈ ആളുകൾ മുഴുവൻ കേൾക്കുന്ന കൂലി നിങ്ങൾക്ക് സ്വന്തം. 100 പേർ കേൾക്കുന്നുണ്ടെങ്കിൽ 101 പേർ കേട്ട കൂലി. ഒന്നുങ്ങളുണ്ടല്ലോ, 100 ആൾ വേറെ അല്ലേ? 1000 പേരെ കേൾപ്പിക്കാൻ പറ്റിയാൽ 1001 ആൾ കേട്ട കൂലി. അവർ കിട്ടുന്ന നന്മകൾക്കെല്ലാം നമുക്കും കൂലി കിട്ടുകയാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ബിൽ ഗേറ്റ്സിനേക്കാൾ വലിയ പണക്കാരൻ ആരാ? നീ കാരണം ഒരാൾ സന്മാർഗത്തിലേക്ക് വന്നാൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമൻ. മാഷാ അല്ലാഹ്. അപ്പോൾ നാശമാണ് മനുഷ്യർക്ക് എല്ലാവർക്കും, 4 വിഭാഗത്തിനൊഴികെ. ആരാണ് 4 വിഭാഗം ആളുകൾ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചു, സൽപ്രവർത്തനങ്ങൾ ചെയ്തു, നന്മ പ്രവർത്തിക്കണമെന്നും തിന്മ വിരോധിക്കണമെന്നും പരസ്പരം ഉപദേശിച്ചു, ക്ഷമ അവലംബിക്കണമെന്ന് പരസ്പരം ഉപദേശിച്ചു. ഈ 4 വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നാശത്തിലാണ്. സോ നമ്മുടെ വിജയത്തിൻ്റെ നിദാനമാണ് ഈ ആയത്ത്. ഈ ക്വാളിറ്റീസ് നമുക്കുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുക, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുക, നന്മയിൽ കുതിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഖുർആൻ മുഴുവൻ അർത്ഥവും ആശയവും പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ചൊരിയട്ടെ. ബാറക്കല്ലാഹു ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.